ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖം തന്നെയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാണോ? ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ കുറച്ച് ദിവസമായിട്ടോ എടുത്ത് വെച്ചിട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ്. അന്ന് ലിൻചേച്ചിയും കുടുംബവും വന്നില്ലേ, അന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്കൊരു സദ്യക്ക് ഓർഡർ കിട്ടിയിരുന്നു എന്നുള്ളത്. അപ്പോൾ രാത്രി ഞങ്ങൾ ഓരോന്ന് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ അമ്മയാണെങ്കിൽ ചേച്ചീൻ്റെ അവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് മുന്നത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ, കുറേ ആയിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എന്താ പറയുക സാവകാശമല്ല ഇടുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ പെയിൻറ്റിങ് ആയത്. പിന്നെ എല്ലാം കറക്റ്റ് ഓർഡറിൽ ഇട്ടാൽ മതി എന്ന് കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ പറയലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം അമ്മ അതാക്കണ് കൈപ്പങ്ങിയും വെളുത്തുള്ളിയും അച്ചാർ ഇടുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ്, ഒട്ടും കയ്പില്ലാത്തൊരു കൈപ്പങ്ങ അച്ചാറാണ്. ഈ ഒരു അച്ചാർ നമ്മളെ കടയിലും വെക്കുന്നുണ്ട് കേട്ടോ, കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. കൊണ്ടുപോയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയലുള്ളത്. ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിട്ടിട്ടുണ്ടെങ്കിൽ എന്ന് തന്നെ ഉപയോഗിക്കട്ടോ നമുക്ക്. അത് കുറേ പഴകാനൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കടയിൽ നിന്ന് വന്നപ്പോഴേക്കും അമ്മ ഓരോ പരിപാടികൾ തുടങ്ങിയിരുന്നു കേട്ടോ. അമ്മ നേരത്തെ വന്നിരുന്നു. അപ്പം നമ്മൾ വൈകുന്നേരമല്ലേ വരിക. അപ്പം ഞാൻ ആ പാത്രങ്ങൾ കഴുകലിൻ്റെയൊക്കെ തിരക്കിലാണ്. നമ്മൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒരുക്കി വെച്ചാലൊരു സുഖമാണല്ലോ. പിന്നെ അതാ ഇവിടെ എല്ലാവരും സഹായിക്കും ഞാൻ എപ്പോഴും പറയില്ലേ, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായി പോവലില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പം ഏട്ടൻ ഇതാക്കണേ ഇവിടെ നാളികേരം ചിരകുകയാണ്. നമ്മളെ കറികൾക്കുള്ള നാളികേരമാണ് ചിരകിയെടുക്കുന്നത് കേട്ടോ. അച്ഛയും അമ്മയും കുട്ടികളൊക്കെ അവിടെ പച്ചക്കറി അരിയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അരിഞ്ഞ് തന്നതൊക്കെ ഞാനിവിടെ കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ പണികളിൽ ഏർപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ നാളികേരം ചിരകണ സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വെളിച്ചം കാണാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഒരു ടോർച്ചൊക്കെ അടിച്ച് വെച്ചിട്ടാണ് അവിടെ ചിരകി എടുക്കുന്നത് കേട്ടോ. ആ ഒരു മെഷീൻ ഉണ്ടാവുകൊണ്ട് സുഖമാണ്. നമ്മൾ എപ്പോഴും ഞാൻ ദിവസം നമ്മളെ അടപ്രഥമനിലേക്ക് നാളികേരം ചിരകണതല്ലേ, ആ സമയത്ത് നമ്മളെ അടുക്കളയ്ക്ക് ആവശ്യമുള്ളതും കൂടിയാണ് ചിരകി വെക്കും കേട്ടോ. അപ്പോൾ മറ്റേ ചിരവ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും എടുക്കലില്ല, ഇങ്ങനെ ഉണ്ടാവുകൊണ്ട്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതാ അവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ചേന മാത്രം സെപ്പറേറ്റ് കഴുകും കേട്ടോ, ബാക്കിയെല്ലാം ഒരുമിച്ചിട്ട് കഴുകും. പിന്നെ ചേന അടിയിലാണ് ഇട്ട് കൊടുക്കലില്ല വേവിക്കുന്ന സമയത്ത്, അഥവാ വെന്തിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട്. പിന്നെ അതാ അച്ഛ ഇവിടെ ഫ്ലവറൊക്കെ നന്നാക്കുന്നുണ്ട്. അമ്മ സാമ്പാർക്കുള്ളത്, അനുമോളാണെങ്കിൽ അതാ ഉപ്പേരിക്ക് പയർ അരിയാണ് കേട്ടോ. അപ്പം എല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിയലും വെച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അവിയലും വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കിടന്നപ്പോഴേക്കും ഒരു ടൈം ആയിട്ടുണ്ട്, 11 മണി കഴിഞ്ഞിട്ടുണ്ട് തോന്നണേ. അപ്പം അതൊക്കെ കഴിഞ്ഞതാ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. ഒരു 2:30 കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റു കേട്ടോ. എന്താ വെച്ചാൽ ഇന്നത്തെ പായസം എന്ന് പറഞ്ഞാൽ അടപ്രഥമനാണ്. പാലട ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അടപ്രഥമനാകുമ്പോൾ ഒരുപാട് നാളികേരം ചിരകാനും പിഴിയാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓർഡർ ഉണ്ട് വിചാരിച്ചിട്ട് നമ്മൾ കടയ്ക്ക് പോകാണ്ടിരിക്കണില്ല, കടയ്ക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കുള്ള സാധനങ്ങളും വീട്ടിലേക്കുള്ളതും എല്ലാം സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ വീട്ടിലേക്കുള്ള ചോറും കറിയും ഈ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഒക്കെ സെപ്പറേറ്റ് ആക്കി വെക്കും. പിന്നെ കടയ്ക്കുള്ളതും പായസം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് തോന ഉണ്ടാക്കും കേട്ടോ. പക്ഷേ കടയ്ക്ക് നമുക്ക് 2 വിധം പായസം വേണമല്ലോ. അങ്ങനെ ഏതായാലും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മേനെയും വിളിച്ചു കേട്ടോ. എന്താ വെച്ചാൽ വൈകി കിടക്കൊണ്ടേ അമ്മ പറഞ്ഞിരുന്നു അറിയൂല എന്നുള്ളത്. എനിക്ക് പിന്നെ ഇങ്ങനെ വല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഉറക്കേ വരൂല. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ആ ഉറക്കമൊക്കെ ഉറങ്ങി തീർക്കലാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഉറങ്ങി തീർക്കും. ചിലപ്പോൾ അച്ഛനെ കടയിലൊക്കെ ആക്കിയിട്ട് ഒന്ന് ഉറങ്ങാൻ പോരും. ചിലപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പോകട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതാ കുക്കറിലാണ് നമ്മൾ സാമ്പാർ വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ 12 ലിറ്ററിൻ്റെ കുക്കറിൽ സാമ്പാർ വെച്ചാൽ നല്ലോണം ഉണ്ടാവും കേട്ടോ. നമുക്കിന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ 40 ആൾക്കുള്ള സദ്യയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ വിഭവങ്ങളും വേണം. അപ്പോൾ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നമുക്ക് കഴിയില്ല. കൂട്ടുകാർക്ക് അറിയില്ലേ രാവിലത്തെ ഒരു യുദ്ധം എന്തായിരിക്കും അടുക്കളയിൽ എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ആരെങ്കിലും വേണം കേട്ടോ. അപ്പോൾ മക്കളെ ഒന്നും വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ വെച്ചാൽ എല്ലാവരും ഉറക്കം പോയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. പിന്നെ അവർക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊരു ഗതികേടാവും എന്ന് വിചാരിച്ചിട്ട്. ഇല്ലെങ്കിൽ മക്കൾ നീക്കും കേട്ടോ. കണ്ണനോടൊക്കെ പറഞ്ഞാൽ കണ്ണൻ എന്തായാലും നീക്കും. പിന്നെ അതാ നമ്മൾ കുക്കറിൽ പരിപ്പും ചെറിയ ഉള്ളി ഉണക്കമുളകും വെളിച്ചെണ്ണയും കായം ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യം സാമ്പാറിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. പരിപ്പിലേക്ക് ആ ചെറിയ ഉള്ളി കൂടുതലായിട്ട് ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയും കായവും ഉണക്കമുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വെന്ത് വരുമ്പോൾ ആ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ അപാരമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാനും അമ്മയും ഓരോന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മ അവിടെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു. അപ്പോൾ അത് തിളച്ചപ്പോൾ ഇതാക്കണ അരി ഇട്ട് കൊടുക്കുകയാണേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെമ്പിന് അടപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരടപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ അടപ്പിന് ഏകദേശം 1500 രൂപേൻ്റെ അടുത്തായിട്ടുണ്ട്. കിലോയ്ക്കാണല്ലോ വില ഈ അലുമിനിയത്തിൻ്റെതൊക്കെ വാങ്ങണ സമയത്ത്.
അപ്പോൾ അടപ്പ് വാങ്ങുകൊണ്ട് വലിയൊരു ഉപകാരമായി. മറ്റേത് നമ്മൾ രാത്രി പുലർച്ചയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് അതിലേക്ക് എന്തെങ്കിലും ചാടുമോ എന്നുള്ള ആ ഒരു പേടിയായിരുന്നു കേട്ടോ, അതിൻ്റെ അടുത്തുനിന്ന് പോരാൻ പറ്റൂല. ഇപ്പം നമുക്ക് അടച്ചിട്ട് ഇങ്ങോട്ട് പോരാ കേട്ടോ, ഇടയ്ക്ക് പോയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടും പൊടികളൊക്കെ ഇട്ട് എല്ലാം സാമ്പാർ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ, അരവൊക്കെ ചേർത്ത് സെറ്റാക്കിയിട്ടുണ്ട്, വറുത്തരച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇതൊന്ന് കുറുക്ക് വരും കേട്ടോ. ആ പരിപ്പിൻ്റെ അതൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക, മൊത്തത്തിലൊന്ന് ഇരുന്ന് സെറ്റാവുമ്പോൾ ഒരു കുറുക്ക് വരും. അപ്പോൾ ഓവർ കുറുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ ഒന്ന് ലൂസാക്കി എടുത്തത്. അപ്പോൾ അമ്മ അതിലേക്കുള്ള വറവൊക്കെ ഇടുന്നുണ്ട്. പിന്നെ മസാലക്കറി ഇവിടെ ആയിട്ടുണ്ട്, അതുപോലെ രസം അടുപ്പത്തായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് രാവിലത്തേക്ക് ഉപ്പുമാവും പഴം പുഴുങ്ങിയതും കൂടിയാണ് കേട്ടോ. രാവിലത്തെ കാര്യങ്ങളും വേണ്ടേ നോക്കാൻ. അപ്പോൾ ഉപ്പുമാവാണെങ്കിൽ മസാലക്കറിയൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാക്കണേ, ഞാനിവിടെ ഒരു നാളികേരമൊക്കെ എടുത്തിട്ട് സിങ്കിലിട്ടിട്ടുണ്ടേ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ സിങ്കിലിടുമ്പോൾ കൂട്ടുകാർ അയ്യേ സിങ്കിലിട്ടാണോ പൊട്ടിക്കണേ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. സിങ്കൊക്കെ കഴുകിയതിന് ശേഷമാണ് അതിലിട്ടിട്ടുള്ളത്. അപ്പോൾ അതിലുണ്ട് കൊണ്ടുവന്നിട്ടാൽ പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ എനിക്ക് എപ്പോഴും നാളികേരം പൊട്ടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് കഴുകി എടുക്കുന്നതാണ് ഇഷ്ടം, അതിൻ്റെ പുറത്തുള്ള മുരിമുരിയൊന്നും പോരാതിരിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കണമൊക്കെ ഉണ്ട്. ഇവിടെ അമ്മ ഉണ്ടെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കും കേട്ടോ, നാളികേര വെള്ളം നല്ല ഇഷ്ടമാണ്. അപ്പോൾ ബാക്കി ആർക്കും വലിയൊരു താല്പര്യമില്ല, നന്ദും കുറച്ചൊക്കെ കുടിക്കും. അപ്പോൾ അത് കളയാൻ തോന്നണില്ല, കുറേ ഉണ്ടായപ്പോൾ എന്നും ഞാൻ കളയൽ തന്നെയാണ്, ഇന്ന് കുറച്ച് അധികം ഉണ്ടായപ്പോൾ കളയാൻ തോന്നണില്ല. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഞാനിത് ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കലൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇപ്പോൾ അത് കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് പിന്നെ അത് കളയാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചത് കേട്ടോ. പിന്നെ നാളികേരമൊക്കെ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു പുറമുള്ള അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് തൊപ്പയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അമ്മ ദാ ഇവിടെ സാമ്പാറയ്ക്ക് വറവിട്ടിട്ടുണ്ട്, അതുപോലെ നമ്മളെ ഇഞ്ചിയും തൈരൊക്കെ ചേർത്തിട്ടുള്ള ഒരു പച്ചടി ഉണ്ടല്ലോ അതിലേക്കും വറവിട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ കറികളും ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ആയതൊക്കെ നമ്മളിങ്ങനെ അപ്പം തന്നെ റെഡിയാക്കിയും വെക്കുന്നുണ്ട്. അപ്പം നാളികേരമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞില്ലേ, അപ്പോൾ പിന്നെ ഏട്ടനെ വിളിച്ചിട്ടോ ഞാൻ. അപ്പോൾ ഏട്ടന് ഇതാ ചിരകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടനൊന്നും പണിയില്ല കേട്ടോ, ലീവുള്ള ദിവസമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ആ നാളികേരമൊക്കെ ചിരകി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിഴിയാൻ. പിഴിയുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ആദ്യത്തെ പോലെയല്ല, ഇപ്പം ഈസി ആയിട്ട് തോന്നലുണ്ട്. ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിരുന്നത്, ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇതാ നമ്മളെ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പൊഴുകണ സമയത്ത് ഓരോന്ന് വെക്കുന്ന സുഖമാണല്ലോ. പിന്നെ ഇതാ നമ്മളിന്ന് ഉണങ്ങല്ലരി ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അരി ഏതാന്ന് വെച്ചാൽ നമ്മൾ നന്ദുവിന് പനിയായിരുന്ന സമയത്ത് കഞ്ഞിക്ക് അരി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ കുറേ കാലവും കഞ്ഞി വെച്ച് കുടിച്ചിരുന്നു. പിന്നെ ഒരു മടുത്തപ്പോൾ അത് അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുക അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ അത് ഉണ്ടാക്കിയതാണ്, നാളികേരമൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ മൂപ്പിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പായസം നമ്മൾ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് 200 ഗ്ലാസ് പായസം വേണേ, അവർക്ക് കൊടുക്കാനും വേണം. അവർക്ക് കൂടുതൽ പായസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് 100 ഗ്ലാസ് പായസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മളെ കടയ്ക്ക് നമുക്കൊരു 100 ഗ്ലാസ് കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഇതാ കുറച്ചധികം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ അടയും കൊണ്ടാണ് നമ്മൾ അടപ്രഥമം വെക്കലുള്ളത് കേട്ടോ. വലിയ അടയും കൊണ്ട് വെച്ചാൽ നമ്മൾ ഈ 30 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മുതലാവില്ല. വലിയ അട ഞാൻ വെച്ച് കൊടുക്കലുണ്ട്, അതിനനുസരിച്ച് റേറ്റും വാങ്ങലുണ്ട് കേട്ടോ. 40 ഗ്ലാസ്സിന് ഞാൻ വാങ്ങലുള്ളത്. അങ്ങനെ അതിലേക്ക് വറവൊക്കെ ഇട്ട് എല്ലാതും പാത്രത്തിലാക്കി സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഏട്ടൻ ഇവിടെ ലീവ് ആയതുകൊണ്ട് ഏട്ടൻ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ ഓട്ടോയ്ക്ക് കയറ്റി വിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒരു കൊണ്ടു കൊടുക്കലാണ് കേട്ടോ, കണ്ണനോ അച്ഛനോ. ഇന്നിപ്പോൾ ഏട്ടൻ ഉണ്ടായതുകൊണ്ട് ഏട്ടനാണ് ഒപ്പം പോണത്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ, അതിൻ്റെ ബാക്കിലും മുന്നിലും ഒക്കെ ശരിക്ക് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിച്ചു. കാറിനല്ല കൊണ്ടുപോകണത്. അപ്പോൾ പൊന്നുകാക്കാൻ്റെ ഓട്ടോറിക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. അതിലേക്ക് അച്ഛനും ഏട്ടനും കൂടി ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സദ്യ കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണവരാണ് കേട്ടോ. ഓരോ കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളടുത്ത് നിന്നാണ് പോലെ സദ്യ കൊണ്ടുപോകലുള്ളത്. സദ്യ ആയാലും പായസം ആയാലും ഒക്കെ നമ്മളടുത്ത് നിന്നാണ് കൊണ്ടുപോകലുള്ളത് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ് നമ്മളത്. അപ്പോൾ ഇന്ന് കഴിച്ചിട്ട് മൂല റിസൾട്ട് പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ പറയലുണ്ട്, എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പറയരുത്. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം, എന്നാലുള്ള അടുത്ത പ്രാവശ്യം തിരുത്താൻ പറ്റുള്ളൂ എന്ന് പറയലുണ്ട്. അപ്പോഴേ ഇന്ന് ചോറൊക്കെ വെച്ച സ്ഥലത്തും കൂടി നമ്മൾ ഷീറ്റിടാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പം അനിയം സാധനമൊക്കെ കൊണ്ട് എത്തിയിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ സദ്യയും കൊണ്ട് പോവുകയാണേ. അപ്പോൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്